ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് നമുക്ക് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ വിപ്പിംഗ് ക്രീം ഒന്നും വേണ്ട. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്രീം വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ടിട്ട് നല്ല ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ചെറുതായിട്ടൊരു ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ വരുന്നവരെ വറുത്തെടുക്കണം. അതിൻ്റെ ഒരു നല്ല മണം വരും. ഒന്ന് വറുത്തെടുത്ത ശേഷം നമ്മളതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ക്രീമിന് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും മതി. പാൽപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിനകത്തേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ് ഞാൻ ഒഴിക്കുന്നത്. പാലൊഴിച്ചിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ പാലുമായിട്ട് ചേർന്നിട്ട് മൈദ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതാ നല്ല ലോ ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ മിൽക്കി ബാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിപ്പോൾ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത ശേഷം നമ്മളിത് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ഒരു 2-3 ടേബിൾ സ്പൂൺ പാലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ക്രീം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഞാനിവിടെ ഒന്നുകൂടെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വാനില എസൻസിന് പകരമായിട്ട് വേറെ ഫ്ലേവർ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു കേക്ക് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 4 എണ്ണത്തിന് പകരമായിട്ട് 16 എണ്ണം എടുക്കുക. എന്നിട്ട് ഒരുമിച്ച് വെച്ചാൽ മതി, 4 എണ്ണം വീതം. അപ്പോൾ നമുക്ക് വലിയ കേക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചോക്ലേറ്റ് ക്രീമും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചോക്ലേറ്റ് ക്രീമിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ആദ്യം കുറച്ച് ക്രീമാക്കി കൊടുത്ത ശേഷം ഒരു സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ നമ്മുടെ ബ്രെഡ് കേക്ക് പോലെ ഫീൽ ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അതിന് മുകളിലേക്കായിട്ട് ആദ്യം തന്നെ ഞാൻ ചോക്ലേറ്റ് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ആക്കുമ്പോഴാണ് ശരിക്കും കേക്ക് പോലെ തോന്നുക. ഇനി ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് അതിന് മുകളിലേക്കായിട്ട് അപ്പോൾ ഈ ഒരു വൈറ്റ് ക്രീം നമുക്ക് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഉള്ളിൽ ഇപ്പോൾ ചോക്ലേറ്റ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ന്യൂട്ടെല്ല വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ന്യൂട്ടെല്ല യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റും വാനില ലെയറും കൂടെ വരുമ്പോൾ ശരിക്കും വാൻചോ കേക്കൊക്കെ കഴിക്കുന്ന പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു കാർഡ് വെച്ചിട്ട് ഞാനൊരു പഴയ ATM കാർഡ് വെച്ചിട്ട് ഇതുപോലെ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. ഇനി ഇത് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ സൈഡും അതുപോലെ മെയിനിലൊക്കെ ഒരു ബോർഡർ പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ക്രീമിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസ് ഫ്ലേവറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൈനാപ്പിൾ എസൻസോ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫ്ലേവറിൽ കിട്ടും നമ്മുടെ ക്രീം. അത് വെച്ചിട്ട് നമുക്കിതുപോലെ കേക്ക് ചെയ്യാവുന്നതാണ്. ഞാനൊരു ചെറി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വേറെ ക്രീമോ കാര്യങ്ങളോ ഒരുപാട് ചിലവോ ഒന്നുമില്ല, ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ലൊരു റെസിപ്പി ആയിട്ട്. താങ്ക്